സാധ്യമാണെന്ന് വെച്ചാൽ വേറെ ആരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് 103 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതോടൊപ്പം ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ വലിയ വികസന മാറ്റങ്ങൾ കൊണ്ടുവരും. എന്തായിരിക്കും ആ വികസനം എന്നതൊക്കെ ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ മുന്നിലേക്ക് ഇന്നൊരു സ്ത്രീ രംഗത്തേക്ക് വരികയാണ്. അതായത് സുശീല കുമാരി. തിരുവനന്തപുരത്ത് കേരളത്തിന് വരുത്തേണ്ട മാറ്റങ്ങളുടെ ഒരു പട്ടിക തന്നെ അവർ തയ്യാറാക്കി നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളും ഈ ഭരണാധികാരികളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാളാണെന്നും അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് ഇവരിലൂടെ കണ്ടിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ കൈവശത്തേക്ക് സുശീല നൽകിയിട്ടുള്ള റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിലുള്ളത്, എങ്ങനെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ തോന്നിയത് എന്നതൊക്കെ കുറിച്ച് നമ്മളോട് വ്യക്തമാക്കുകയാണ് ചേച്ചി തന്നെ. ഇതാണ് സംഭവം. അതിനകത്തുള്ള പ്രോജക്റ്റിനകത്തുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും കലയും സാഹിത്യവും ആരോഗ്യവും പാവങ്ങൾക്ക് ഉപയോഗപ്രദമാവത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പം ഒരു ഡാൻസ് തന്നെ മോഹിനിയാട്ടം തന്നെ പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇത്രയും കാശ് ചിലവാക്കി പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ഈ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെല്ലാം ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി അവരുടെയൊക്കെ വീടുകളിലൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നതാണ്. ഞാൻ റിട്ടയർഡ് നഴ്സിംഗ് ട്യൂട്ടറാണ്. അപ്പം അങ്ങനെയൊക്കെ പോയി ഒത്തിരി കുട്ടികൾ ഇതിനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് പാട്ട് പഠിക്കാനും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ഇറക്കി എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ. അത് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തായിരുന്നു. പ്രധാനമന്ത്രി അത് കണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൂരദർശനിൽ അത് സംപ്രേഷണം ചെയ്തായിരുന്നു. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സംഗീതം 3 വയസ്സിലെ അവരെ സംഗീതം അഭ്യസിപ്പിക്കാനും അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, സിനിമ ഇതൊക്കെ കാശില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ്. അതിൽ പിന്നെ ഒരു ഉൾപ്പെടുത്തിയിരിക്കണം. അതിനകത്തൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ യോഗയ്ക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഈ മൺമറഞ്ഞു പോയ കലാകാരന്മാർക്കൊരു മ്യൂസിയം, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗീതാ ക്ലാസ്, പ്രെയർ ഹാള്, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ബിൽഡിങ്സും ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊരു ശ്രീ മൂകാംബിക പ്രോജക്റ്റ്. ഇതിലെല്ലാം അതിനകത്ത് വരും. എല്ലാ കാര്യങ്ങളും വരും അതിനകത്ത്. ഐഡിയ എൻ്റെ മനസ്സിൽ 1 വർഷം കൊണ്ട്. ഞാൻ ഹെൽത്തിലിരുന്ന ആളാണ്. ഹെൽത്തിലിരുന്നെങ്കിലും എനിക്ക് കലയും സാഹിത്യമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പാടും. പഠിച്ചിട്ടില്ല, പക്ഷെ പാടും. ചെറുതിലെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല പാട്ടും ഡാൻസും ഒന്നും. ഇപ്പം ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കലകളും നമുക്ക് അന്ന് പഠിക്കാൻ പറ്റാത്തതൊക്കെ ഇന്ന് നമുക്ക് സാധിക്കുന്നു. പക്ഷെ അതുപോലെ അന്ന് ആഗ്രഹിച്ചതുപോലെ കൊച്ചു കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. ഞാൻ ഇന്ന് അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയത് അന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ റിട്ടയർമെന്റിന് ശേഷമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതങ്ങനെ വരാതെ നേരത്തെ തന്നെ കുട്ടികൾക്ക് സാറ്റർഡേ സൺഡേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സാധ്യമാണെന്ന് വെച്ചാൽ വേറെ ആരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് 103 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. ഇതിനകത്ത് വരുന്ന ആ ബിൽഡിങ്സ്, അത് സിനിമ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രത്യേകം. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഈ പിന്നെ മ്യൂസിക്കൽ ആൽബം ഉണ്ടാക്കാനും മ്യൂസിക്കിനെ തന്നെ കൂടുതലും മ്യൂസിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ്. മ്യൂസിക്കിനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ടീനേജിലെ കുട്ടികൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അവർ പോവാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ടീനേജേഴ്സിനെ സംരക്ഷിക്കാനുള്ളൊരു ഹെൽത്ത് വൈസുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് തന്നെ അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ മാരേജ് പ്രീ കൗൺസിലിംഗ് ഇല്ല. ബാക്കി ആൾക്കാർക്കൊക്കെ അതുണ്ട്, പക്ഷെ നമ്മുടെ ഇടയിൽ അതില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മാരേജിന് മുമ്പേ ഒരു പ്രീ കൗൺസിലിംഗ് കൊടുക്കാനുള്ള സെറ്റപ്പ്, ഹോം നേഴ്സിനുള്ള ട്രെയിനിങ്, പാവങ്ങൾക്കുള്ള ഇങ്ങോട്ട് ലേഡീസിന് ഓട്ടോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരെയുള്ള ഒരു സൗകര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബിൽഡിങ്സ് ആയിട്ടാണ് അതിൻ്റെ എല്ലാം എനിക്ക് അറിയത്തക്ക രീതിയിൽ ഞാനത് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല അതൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ അത് എൻ്റെ ഒരു റിലേറ്റീവ്, എൻ്റെ ബ്രദർ, അത് അവൻ ഇത് സിവിലൊക്കെ പഠിച്ചതായതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നു.
അങ്ങനെ എനിക്ക് എൻ്റെ ബ്രദറും നമ്മുടെ കൗൺസിലർ ഇവിടുത്തെ ഷീജ മധു അവർ രണ്ടുപേരും ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് രാജീവ് ചന്ദ്രശേഖർ സാറിന് കൊടുത്തു, മേയർക്ക് കൊടുത്തു. അങ്ങനെ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരുടെ കയ്യിൽ ഞാനത് കൊടുത്തായിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് നേരിട്ട് മോദിജിയുടെ കയ്യിൽ കൊടുക്കണം, കാരണം ഇത്രയും ദൈവതുല്യനായ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് മരിച്ചു പോയാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പായ അത് ഒത്തിരി പാവങ്ങൾക്ക് നമ്മുടെ നാട്ടിനും പ്രയോജനം ഉണ്ടാവും. കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. കലയിലോട്ട് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മ്യൂസിക്കും ഡാൻസും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ മദ്യത്തിനെ കുറിച്ചോ മയക്കുമരുന്നിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടൂല. ഞാൻ ഈ ഹെൽത്തിൽ ഇരുന്നതായതുകൊണ്ട് എത്രയോ കഷ്ടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. സൈക്കാട്രി, പേർക്കട്ട സൈക്കാട്രി വാർഡിലൊക്കെ എല്ലാം സൈക്കാട്രിയും പഠിപ്പിച്ച ആളാണ്, സൈക്കോളജി സൈക്കാട്രി ഒക്കെ പഠിപ്പിച്ച ആളാണ്. അപ്പൊ അതൊക്കെ കണ്ട് അതിൽ നിന്നെല്ലാം ഉണ്ടായ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയം. അപ്പൊ അത് 1 വർഷം കൊണ്ട് ഞാനിതിങ്ങനെ എഴുതി എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഇവിടെ കൊടുക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് അത് വിഷമിച്ച് നടന്നു. അപ്പൊ എനിക്ക് അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തു തന്നെ എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ സഹായങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയെ എനിക്കില്ലായിരുന്നു. രാജീവ് സാറിൻ്റെ അടുത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രയോജനം കിട്ടുന്നെങ്കിലോ, രാജീവ് സാർ പറഞ്ഞു പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഇത്രയും ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തോ ഈശ്വരന്റെ അനുഗ്രഹം. അത് പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. ഞാൻ മാഡം എന്ന് മൈക്കിൽ കൂടി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഞാനങ്ങ് സത്യമായിട്ടൊക്കെ ഷോക്ക് ആയിപ്പോയി. ഇങ്ങനെ വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഇത് പുള്ളിയുടെ കയ്യിൽ എത്തിയത് കൊണ്ട് എന്തായാലും ഈ ട്രിവാൻഡ്രത്ത് അത് നടപ്പാക്കാൻ പുള്ളിക്ക് കഴിയും. പുള്ളിക്ക് മാത്രമേ കഴിയുള്ളൂ. വികസനമാണ്, നാടിന്റെ വികസനം. അതെ, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അത് എഡ്യൂക്കേഷനോടൊപ്പം അവർ കലയും അതുപോലെ അഭ്യസിക്കണം. ഇതെല്ലാം ഒരു കുടക്കീഴില്. അതായത് ഇങ്ങനെ ഇതെല്ലാം പലയിടത്തായിട്ടല്ലേ കിടക്കുന്നത്. ഇപ്പം വൈലോപ്പള്ളി ആയാലും ഒരിടത്ത്, പിന്നെ തൃശ്ശൂര് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്ന, തുഞ്ചൻ പറമ്പ്, ആശാൻ സ്മാരകം, ഇതെല്ലാം പല സ്ഥലത്തായിട്ടല്ലേ കിടക്കുന്നത്. അപ്പം കലയും പിന്നെ കവിത, കഥ, നാടകം, പാട്ട്, ഡാൻസ്, പിന്നെ കൃഷ്ണനാട്ടം, പഴയ കലാരൂപങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി സമാധാനമായിട്ട് ഓരോരോ ബിൽഡിങ്ങിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു നല്ലൊരു ഹബ്ബാക്കി മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തു കൂടെ തന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ടൂറിസവും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെയും കൂടെ കണക്കാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു മുതൽ മുടക്കായിരിക്കും. ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടില്ല ആരും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടവരെല്ലാം പറഞ്ഞു. ഞാൻ ഒത്തിരി പേര് എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് IAS വരെ ഞാനിത് കാണിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞത് നല്ലൊരു പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ ഒരു ധൈര്യം കിട്ടിയ ശേഷമാണ് ഞാനിത് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു ധൈര്യം, കാരണം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച നഴ്സിംഗ് ആണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്യൂട്ടറായിട്ടിരുന്നു, നഴ്സായിട്ടും വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ട്യൂട്ടറായിട്ട് ഇരുന്നു. പക്ഷെ എങ്കിലും ഞാൻ കഥയും കവിതയും സ്ക്രിപ്റ്റും, ഞാൻ തന്നെ സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സിനിമയൊക്കെ ഞാനും കൊച്ചുമോനും സിനിമയിൽ അഭിനയിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. പാട്ട് തന്നെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇഷ്ടം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വരേണ്ട വഴികളിലെല്ലാം പലരെയും കണ്ടതാ അതുപോലെ ഇഷ്ടമുള്ളവര്. ഇപ്പം അവർക്ക് പാടാനോ ഒന്നിനും ഒരു വേദി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും ഈ ഡിപ്രഷനിലോട്ടൊക്കെ പോവാതെ സംഗീതത്തെ സ്നേഹിക്കുമ്പം, കലയെ സ്നേഹിക്കുമ്പം മനുഷ്യന്റെ മനസ്സിന് തന്നെ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മുടെ നാട്ടിന് തന്നെ അതിന്റെ ഗുണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പൊ ഇത് ഏതായാലും ഇത്രയും ഒക്കെ ചെയ്തില്ലെങ്കിലും ഇതിനകത്ത് ഒരുവിധം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തി ഒരു കുട കീഴിൽ ഒരു സമുച്ചയം, ഒരു സാംസ്കാരിക സമുച്ചയം, ആരോഗ്യവും കൂടെ ചേർത്ത് എന്ന് മോദിയെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ മനസ്സിലായി. അല്ല, ഞാൻ എല്ലാ പാർട്ടിയും സ്നേഹിക്കുന്നതാ. എല്ലാവരും എനിക്ക് കൂട്ടാണ്. എനിക്ക് എല്ലാ പാർട്ടിക്കാരും വന്നാലും എല്ലാവരെയും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ സർവീസിൽ ഇരുന്നപ്പോഴും ഞാൻ 40 വർഷം ചാരിറ്റി ചെയ്ത ഒരാളാണ്. എൻ്റെ ശമ്പളത്തിന്റെ 30% ചാരിറ്റി ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ പെൻഷൻ പൈസ 35 ലക്ഷം വെച്ച് ഞാനിപ്പം ഡിവോഷണൽ ആൽബം, ഡിവോഷണൽ ഷോർട്ട് ഫിലിം, ഡിവോഷണൽ പുസ്തകങ്ങൾ, ഇതിനോടൊപ്പം ഞാൻ മോദിജിക്ക് ഒരു ലളിതാ സഹസ്രനാമം ഞാൻ കഴിഞ്ഞ നവരാത്രിക്ക് പ്രിന്റ് ചെയ്ത ഞങ്ങളുടെ അമ്പലത്തിൽ കൊടുത്തായിരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് 200 കോപ്പി പ്രിന്റ് ചെയ്ത് ഞാൻ അവിടെ എല്ലാം കൊടുത്തായിരുന്നു. അതിലൊരു കോപ്പി ഞാൻ മൂകാംബിയിൽ പൂജിച്ച കോപ്പിയാണ് ഞാനത് മോദിജിക്ക് കൊടുത്തത്. അതും കൊടുത്തതിൻ്റെ കൂടെ വെച്ച് കൊടുത്തായിരുന്നു, ലളിതാ സഹസ്രനാമം. പിന്നെ എനിക്ക് ഒത്തിരി പുരാണ പുസ്തകങ്ങളും പുരാണങ്ങളും
മന്ത്രങ്ങളും എല്ലാം എൻ്റെ കളക്ഷനുണ്ട്. എനിക്കൊരു ലൈബ്രറി ഉണ്ട് മുകളിൽ. വേദങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതെന്നൊക്കെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ കിട്ടിയ ഒരു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തിലായിരുന്നു. അതെല്ലാം കേട്ട് പഠിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ എന്നും നന്മ മാത്രം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിപ്പോ എനിക്കിതിൽ നിന്നൊന്നും നേടാനില്ല. പക്ഷെ പാവങ്ങൾക്ക് ആ ആ ആ അതാണ് പൈസ ഇല്ലാതെയും അതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ എത്രയോ കുട്ടികളെ, ഞാൻ 2 കുട്ടികളെ നേഴ്സിംഗ് ഞാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിവൃത്തിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തന്നേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഞാൻ മരിച്ചു പോയാലും അതിന്റെ മൂലയിലിട്ടൊരു പ്രതിമയായിട്ടെങ്കിലും ഞാൻ ഇരുന്നോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് വേറെ ഒന്നും ഞാൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെ ഒരു മ്യൂസിയം വരെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഞാൻ ഈ കഥയരങ്ങനും കവിയരങ്ങനും ഒക്കെ പോവും. അപ്പൊ അതില് എനിക്കിപ്പോ പെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് പട്ടിണിയില്ല. പക്ഷെ ഒരു ചായക്ക് പോലും നിവൃത്തിയില്ലാത്ത ഒരുപാട് പേര് കഥയും കവിതയായിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് സദസ്സുകളുണ്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത്. അപ്പൊ അവർക്കൊക്കെ വന്നിരുന്ന് ഫ്രീ ആയിട്ടൊരു കഥ അവതരിപ്പിക്കാനോ ഒരു കവിത അവതരിപ്പിക്കാനോ ഒക്കെ ഉള്ള വേദിയല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പൈസ കൊടുത്ത് ഇപ്പോൾ ഒരു പുസ്തകം പ്രകാശിപ്പിക്കണം, അതുപോലെ തന്നെ പുസ്തക പ്രകാശനത്തിന് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഒരു പുസ്തകം പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു വേദി വേണമെങ്കിൽ തന്നെ ഒരു ഹാൾ എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാവും, പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുവരാനും അവിടുത്തെ ചെലവും എല്ലാം കൂടെ എങ്ങനെയായാലും നമ്മളൊരു പുസ്തകം നമ്മൾ ഇറക്കിയെല്ലാം അത് നല്ല രീതിയിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ നമുക്കൊരു 50,000 രൂപയെങ്കിലും വേണം. പക്ഷെ ഇത് ഒരു പൈസയും ചെലവില്ലാത്ത ആൾക്കാർക്ക് പുസ്തക പ്രകാശനം വരെ ചെയ്യാനുള്ളൊരു അവസരം. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട എത്രയോ പഴയ സിനിമാക്കാര്, അവരുടെ എല്ലാവരും മ്യൂസിയം, പ്രേം നസീർ, സത്യൻ, അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ ഒരു എല്ലാവരെയും കഥയും കവിതയൊക്കെ എഴുതിയവരെല്ലാം, പുസ്തകങ്ങൾ എഴുതിയവരെല്ലാം, മൺമറഞ്ഞു പോയ ONV കുറുപ്പ് സാറ്, ഇവരുടെയൊക്കെ ഒരു മ്യൂസിയം അതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എൻ്റെ മനസ്സിൽ എനിക്ക് ഇതെല്ലാമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എല്ലാം കൂടെ കൂട്ടി ഇണക്കി, സാധാരണ ആൾക്കാർക്ക് ഒന്നി കഥയിലോ അല്ലെങ്കിൽ കവിതയിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ ഏതെങ്കിലും ഒന്നിലായിരിക്കും അവർക്ക് ശ്രദ്ധ. പക്ഷെ ഇതിൽ എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്തത് കൊണ്ട് അതെല്ലാം കൂടെ കൂട്ടി ചേർത്തൊരു സമുച്ചയം. അതാണ് ഇതിന്റെ ഒരു ഇത്. അതിങ്ങനെ നടപ്പായി കിട്ടിയാൽ നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഒരു ടൂറിസം തന്നെ ഡെവലപ്മെന്റ് കിട്ടും. ഇത് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ തന്നെ ഈ ആൾക്കാരുടെ ഛായാചിത്രങ്ങളോ മ്യൂസിയത്തിൽ അവരുടെ പ്രതിമകളോ ഒക്കെ സ്ഥാപിക്കാം. അപ്പം ഈ കുട്ടികളെ പോലുള്ളവർ വളർന്നു വരുമ്പോൾ അവർ തിരക്കും ഇതായിരുന്നു. ഇന്ന് നമ്മൾ പഴയ ആൾക്കാരെ പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അത് ഇപ്പൊ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, ഈ ജ്ഞാനപ്പാന തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പോണ് ജ്ഞാനപ്പാനക്ക് വേണ്ടി ഗുരുവായൂർ പോണ്, ഭജനയുണ്ട് നാളെ. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച് ഞാനിതൊക്കെ കാണിക്കുന്നുണ്ട് എന്റെ കുട്ടിക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഇന്ന് വളർന്നു വരുന്ന കുട്ടിയൊക്കെ ഇത് അറിഞ്ഞുണ്ടോ, പൂന്താനായിരുന്നോ ജ്ഞാനപ്പാനായിരുന്നോ ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതെല്ലാം പഠിക്കണം. വേദങ്ങൾ പഠിക്കാനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യോഗ, വേദം, ഇതൊക്കെ മോദിജിക്ക് അല്ലാതെ വേറെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം ചെയ്യാൻ പറ്റും, ചിലർക്ക് ഒരു സിനിമയുടെ മാത്രം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് ഡ്രാമ മാത്രം ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ഇതെല്ലാം കൂടെ ഒരു കുട കീഴിൽ വരണം. നമ്മുടെ ട്രിവാൻഡ്രത്തിന് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു സംഭവമായിട്ട് ഇത് മാറും. അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഞാൻ ഒത്തിരി പേരെ കാണിച്ചിട്ട് അത് അപ്രൂവ് ചെയ്തതുകൊണ്ടാണ് ഞാൻ മോദിജിക്ക് കൊടുത്തത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ധൈര്യം വരില്ലായിരുന്നു, ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കാനുള്ള ധൈര്യം വരില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് പഠിത്തമുള്ള ആൾക്കാരൊക്കെ ഞാനിത് കാണിച്ചപ്പോൾ അവരെല്ലാം ഇത് വളരെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഒത്തിരി പേര് ഇന്ന് രാവിലെ കൂടി എൻ്റെ അടുത്ത് എന്നെ ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ച ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പൊ അവരെയൊക്കെ എനിക്കിനി വിളിക്കണം. എനിക്കിത് തയ്യാറാക്കി തന്ന എൻ്റെ ബ്രദർ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തെങ്കിലും എനിക്ക് റെഡിയാക്കി തന്ന എൻ്റെ ബ്രദറിന്റെ മകളുമാണ്. അപ്പം അതിനെനിക്ക് അവരെയൊക്കെ വിളിച്ച് നന്ദി പറയണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ കൗൺസിലറും ഭാര്യയും അവർ രണ്ടുപേരും സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് NDAയിലൊരു അഡ്വക്കേറ്റ് ഹരികുമാർ, പേരുൾപ്പെടെ ഹരികുമാർ, NDAയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേജിലുണ്ടായിരുന്നു. പുള്ളിയും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, രാജീവ് സാറ്, അവരടുത്തൊക്കെ ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മേയറുടെ കയ്യിലും കൊടുത്തു. എല്ലാവരും പറഞ്ഞത് ഇത് പഠിച്ച് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആരും ഇതിനെ നിരുത്സാഹപ്പെടുത്തിയില്ല, ഇത് കൊള്ളൂല എന്ന് ആരും പറഞ്ഞില്ല. എല്ലാവരുടെ കയ്യിൽ നിന്ന് അതിന്റെ പ്രോത്സാഹനം കിട്ടിയോണ്ട് എനിക്ക് ധൈര്യം കിട്ടി കൊടുക്കാനായിട്ട്. എന്നിട്ടും എനിക്കിത് ഇങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇരുന്ന് രാവിലെ പ്രാർത്ഥിച്ചും കൊണ്ട് ഇങ്ങനെ കയ്യിൽ ഇത് പിടിച്ചും കൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചത്. അത് അതിനെ കൊടുക്കാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.